വേദി 4 ചവിട്ട് നാടകം തകൃതിയായിട്ട് നടക്കുകയാണ്. നമുക്കൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പട്ടം സ്കൂളിൽ നിന്നാണല്ലേ? പട്ടം ഗേൾസിൽ നിന്നാണ്. പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. നന്നായിട്ട് ചെയ്യാൻ പറ്റി. പുരുഷ വേഷമാണെങ്കിൽ ഇതിനുള്ളിലൊക്കെ ഒരു സ്ത്രീ ഹൃദയമുണ്ടല്ലേ? വേദിയിലിരുന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. എങ്ങനെ പ്രാക്ടീസൊക്കെ എങ്ങനെയായിരുന്നു? പ്രാക്ടീസൊക്കെ അടിപൊളിയായിരുന്നു. സ്കൂളും സാറും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പാരൻസ് ഉൾപ്പെടെ നല്ല സപ്പോർട്ട്. അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കഥയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സിലായി. മൊത്തം ഇതിൻ്റെ സ്റ്റോറി എന്താ? ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 19 ആ ഒരു പ്രായമുള്ളൊരു പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ അരുൾ വരുവാണ്, ഈ നാടിന് പ്രശ്നം വരാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പം അത് അഭിനയിച്ചിരിക്കുന്നത് ജോവാനായിട്ട്. ജോവാനാണ് മെയിൻ ക്യാരക്ടർ. ഞാനതിൽ ദുഷ്ടൻ രാജാവായിട്ടാണ് ചെയ്യുന്നത്, ഇത് നല്ല രാജാവായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ യുദ്ധമാണ് കാണിക്കുന്നത്. എന്നെ തോൽപ്പിക്കുന്നതായിട്ടാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. നല്ല രാജാവും നായികയും പറ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് കളിച്ചു. നമുക്ക് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ജോവാൻ, നായികയുടെ പേര് ജോവാൻ. നല്ല ടീമായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റേറ്റ് വരെ നമ്മൾ ചവിട്ടാടാൻ എത്തിയ തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും മറക്കില്ല നമ്മളത്. നമ്മുടെ പ്രിയപ്പെട്ട സാറ് പൊളിയായിട്ടാണ് പഠിപ്പിച്ചത്. നമ്മളെ വഴക്കൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ഞങ്ങൾ സഹിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഫലം ഇന്ന് നമുക്ക് കിട്ടും. അപ്പോൾ സാറ് ഇവരെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ എങ്ങനെയായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? പ്രാക്ടീസ് ഞാൻ മാത്രമല്ല, മകനും ഉണ്ടായിരുന്നു. ഋതുൽ എൻ്റെ മകനും കൂടെ ഉണ്ട്. വന്നിട്ടുണ്ടോ? കൂടെ വന്നിട്ടുണ്ടോ? അവനായിരുന്നു കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അവനാണ്. ഞാൻ ഇടയ്ക്കേ ചെല്ലാറുള്ളൂ, ഞാൻ പിണങ്ങാൻ മാത്രമേ ഇവരെ ചെല്ലാറുള്ളൂ. ഇല്ലട്ടോ, സ്നേഹം കൊണ്ടാണ്. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ ഇവരെ കാണുന്നത്. അവനും അങ്ങനെ തന്നെ നല്ല സ്നേഹത്തിലാണ്. പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ് കളിക്കുന്നത്. നമ്മൾ അനുസരണമുള്ള പിള്ളേരാണ്. സാധാരണ ഇങ്ങനത്തെ അങ്ങനെ സ്കൂളുകളിലൊക്കെ അങ്ങനെ കിട്ടാൻ അപൂർവമാണ്. പക്ഷെ നല്ല പിള്ളേരുകളാണ്. 2 പിള്ളേരെയും ഹയർ സെക്കൻഡറി പിള്ളേരെയും കിട്ടിയത് നല്ല പിള്ളേരാണ്. അവർ നല്ലോണം പറഞ്ഞു കൊടുക്കണതൊക്കെ മനസ്സിലാവുന്നുണ്ടായി. സാധാരണ ചവിട്ടുനാടകം അറിയാൻ പാടില്ലാത്ത പിള്ളേരൊക്കെ പറഞ്ഞെടുത്ത് പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നാലും ഇവർ നല്ല പിള്ളേരായിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത പിള്ളേരുകളെല്ലാം എല്ലാ സ്കൂളിൽ തന്നെയൊക്കെ നല്ല പിള്ളേരുകളാണ്. നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ കയറി നല്ലോണം കളിക്കുകയും ചെയ്തത്. സാറിൻ്റെ പേര്? എൻ്റെ റോയി ജോർജ് കുട്ടി. അപ്പോൾ രണ്ടാമത്തെ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, സാറിൻ്റെ മകൻ അല്ലേ? മകൻ്റെ പേരെന്താണ്? ഋതുൽ റോയ്. അപ്പോൾ ഇത്രയും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസാണിത്, ചവിട്ട് നാടകം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഇനി സെലക്ട് ചെയ്യാൻ വേണം സ്റ്റുഡൻസിനെ. ആ ഒരു ടാസ്ക് എങ്ങനെയായിരുന്നു? അത് ഓരോരോ ചുവടുകൾ കളിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് നല്ലോണം കളിക്കുന്ന പിള്ളേരെ നമ്മൾ സെലക്ട് ചെയ്ത്. ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? ആ ചവിട്ടാടത്തിനെ പറ്റി ഒരു കഥ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങളാണ് ചവിട്ടാടം വന്ന ടൈം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇവരുടെ ഓരോരുത്തരും ഇട്ടിട്ടുള്ള ഈ കിരീടവും കോസ്റ്റ്യൂമും ഒക്കെ വേറെ വേറെയാണ്. അതിനൊക്കെ എന്തെങ്കിലും കഥയുണ്ടാവുമല്ലോ? അത് രാജാവും മന്ത്രിക്കൊക്കെ വേറെ സെപ്പറേറ്റ് തൊപ്പികളാണ് തന്നെ. ഭടന്മാർക്ക് പിന്നെ സെയിം ഒരേപോലത്തെ തൊപ്പികൾ. രാജാവിൻ്റെ തന്നെ 2 രാജാക്കന്മാർക്ക് 2 തൊപ്പിയാണ്. ഒരു പിന്നെ മന്ത്രിക്ക് വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ജോവാൻ ഓഫ് ആർക്ക് എടുക്കുന്നതിന് അത് വേറെ ആയിരിക്കും. ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞ കഥാപാത്രം സേനയിൽ ചേരുന്ന കഥ വരെയാണ് നമ്മൾ എടുത്തത്. ചേർന്നതിന് ശേഷം ഇവരുടെ വേഷമാണ് ധരിക്കണേ. അത് മരണം വരെ ഇങ്ങനെ ആയിരിക്കുള്ളൂ. പുരുഷ വേഷത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവിതം മുന്നോട്ട് പോണേ. അവസാനം മന്ത്രവാദി എന്ന് മുദ്രകുത്തി തീച്ചുളയിലെറി 19ാമത്തെ വയസ്സിൽ അങ്ങനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചൊരു വനിതയാണ് നമ്മുടെ ജോവാൻ ഓഫ് ആർക്ക്. ചരിത്രമുള്ളതാണ്, അതൊരു വിശ്വാസവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന കഥ 2 മണിക്കൂർ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് 20 മിനിറ്റ് ചുരുങ്ങിയ ഒരു അളവിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. സേനയിൽ വന്ന് ചേരുന്നത് മാത്രമായിട്ട് അവതരിപ്പിക്കുന്നുള്ളൂ. ഇവിടുന്ന് ജോവാൻ ഒരു സൈഡിൽ നിന്ന് ചിരിക്കുകയാണ്, ഞാൻ ഇത്ര വലിയൊരു സംഭവമായിരുന്നു. അതെ, സാധാരണ ചേരുന്ന ഇതുവരെയുള്ള ചിരിച്ച് കളിച്ചുള്ളതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫുള്ള് വന്ന് ഇതായിട്ട് നേതാവായിട്ടൊക്കെ നിന്ന് ഉള്ള ഇതാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അയ്യോ ഞാൻ മരിക്കോ, അയ്യോ ഞാൻ തട്ടിപ്പോകുന്നു. നമ്മളൊക്കെ കണ്ടിട്ടുള്ള സ്റ്റേജിൽ വേദിയിൽ കണ്ടിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ചവിട്ട് നാടകത്തിന് ഇത്രയും വലിയൊരു സ്റ്റോറി ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴായിരിക്കും എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവുക. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, News 18.